അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലം കാണാനുള്ള യാത്രയാണ് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ ഇവിടെ നമ്മൾ ചെന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് ഇത് കുറേയും കൂടി ഒരു ഫേമസ് ഒക്കെ ആയി വന്നേക്കണത്. പിന്നെ ഞങ്ങൾ അങ്ങനെ കടമക്കുടി കാണാനായിട്ട് ഒരു ഉച്ചരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇന്നത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നല്ല വെയിലുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഒരു 3:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോയി 4 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെന്നത്. ആ ഒരു ടൈമിനാണ് അവിടെ ചെന്നാലേ കാര്യമുള്ളൂ. കാരണം ഒരു 4 മണിക്ക് 3:30ക്കൊക്കെ അവിടെ എത്തിയാൽ കുഴപ്പമില്ല, നല്ല വെയിലുണ്ടായിരുന്നാലും നല്ല അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട് അത്. അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക മരങ്ങളും തണലുകളും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് ഇരിക്കുന്ന സൈഡിലോട്ടൊന്നും വലിയ ആഴമുള്ള സ്ഥലങ്ങളല്ല. ഇപ്പോൾ പൊതുവെ അവിടെ പറയാനായിട്ട് ഇപ്പോൾ അവിടെ ബോട്ടിങ്ങിനുള്ള സംവിധാനമുണ്ട്, പെഡൽ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അങ്ങോട്ട് നീങ്ങിയിട്ടൊക്കെ കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഞങ്ങൾ പോയില്ല. അപ്പോൾ നമ്മൾ ഒരു വഞ്ചിയിലൊക്കെ കയറി അവിടെ നമുക്കൊരു ചേട്ടൻ, നല്ല അടിപൊളി ഒരു ചേട്ടൻ, ഗോപി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ആ ചേട്ടനൊക്കെ നമുക്ക് വഞ്ചിയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 300 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അതെന്ന് വെച്ചാൽ ആ വഞ്ചിയിൽ നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളും നല്ല കമ്പനിയുള്ളൊരു മനുഷ്യനാണ്. നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് തരും. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക 2 പേര് കൂടുതൽ കയറേണ്ട ആ വഞ്ചിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടം നമ്മളെപ്പോഴും നമ്മളെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. കാരണം 2-3 പേര് അയാൾ കയറിക്കൊള്ളാൻ പറയും. പക്ഷേ 2 പേര് വെച്ച് പോകുന്നതാണ് ഇത്തിരി കൂടി നല്ലത്. കൂടുതൽ ആൾ വെച്ച് പോകണ്ട, അപ്പോൾ ആഴില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ പുള്ളിയിലാണെങ്കിൽ ലൈഫ് ജാക്കറ്റ് 2 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 പേരും അങ്ങനെ കയറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടിയാണ് പോയിരുന്നത്. അപ്പോൾ അങ്ങനെ അടിപൊളിയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞായറായതിൻ്റെ പേരിലാണെന്ന് അറിയില്ല, എന്നാലും ഒരുപാട് ആൾക്കാർ വന്നിട്ട്. പണ്ട് നമ്മൾ ഈ വഴിക്കൊക്കെ ചെന്നിട്ടുണ്ട്, പക്ഷേ അന്ന് ഇങ്ങനെയൊന്നുള്ളൊരു എന്തൊരു അന്തരീക്ഷമൊന്നുമില്ല, വേറൊരു ലെവലൊക്കെ ആയിരുന്നല്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയും നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളും. നമ്മൾ ഒരു ദിവസത്തെ ആൾക്കാരാണ് ഇവിടെ വന്നത്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ 3 തവണ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം നമുക്കുണ്ടാവും. പക്ഷേ നമുക്കൊരു എന്ത് ഭംഗിയുള്ള സ്ഥലം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. നല്ല പ്രകൃതിരമണീയമായിട്ട് സ്ഥലങ്ങളാണ്, വെള്ളങ്ങളാണ്, അതേപോലെ തന്നെ കാറ്റ്, തണൽ, ഹോട്ടല്, ഫുഡ് കഴിക്കാനുള്ളത്, ഷാപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് അത്രയും എന്താ പറയുക അവരുടെ ഒരു ജീവിത ആ ഒരു സാഹചര്യം വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. കാരണം വെള്ളം ഏറ്റവും സമയത്തൊക്കെ വെള്ളം കയറി നമുക്ക് പോണ വഴിക്ക് ഷാപ്പിലോട്ടൊക്കെ പോണ വഴിക്ക് കാണാൻ പറ്റും. മുറ്റത്തൊക്കെ വെള്ളം കെട്ടിട്ട് ചെളിയായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് അത്രയും ഭയങ്കര ഇവിടെ നിന്ന് പോയാൽ മതി എന്നുള്ളൊരായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് താമസിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് എന്ത് മനോഹരം, അടിപൊളി എന്ന് പറയും. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നല്ല രസമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് അവിടെ ഉണ്ട്. നമുക്ക് അവിടെ താമസിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അങ്ങോട്ട് കുറച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫെറി വനുണ്ട്. അപ്പോൾ ആ ഫെറിക്ക് ആ ഒരു സ്ഥലം എന്നോട് പറഞ്ഞു. അപ്പുറത്തെ ഒരു ഫെറി, ഒരു ചെറിയൊരു ജങ്കാർ പോലെ ഒരു കുഞ്ഞ് ബോട്ട് കിടന്ന് ഓടുന്നുണ്ട്. അപ്പുറത്തേക്ക് വണ്ടി പോയിട്ട് നമുക്ക് ആ തേവരെ ആ സൈഡിലോട്ടൊക്കെ പോകാനുള്ള സൗകര്യം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഓരോന്നിപ്പോൾ ബോട്ടിങ് വഞ്ചിയിലൊക്കെ ഇത്തിരി ഞങ്ങൾ ചിലവഴിച്ചു. അപ്പോൾ നമുക്ക് സമയം കുറച്ച് കിട്ടാതെ വന്ന്, അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ആ ഫെറിക്കടവ് വരെ ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തിരി കൂടി ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇരുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്കാണ് ഞങ്ങൾ പോയത്. നമ്മൾ എന്താ പറയുക കടമക്കുടി വന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് കുറച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ വെയിറ്റ് ചെയ്യാനായിട്ടുള്ളതില്ല. അപ്പോൾ ആ ഷാപ്പ് വരെയും ഞങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് പുള്ളി പറഞ്ഞാൽ റിട്ടേൺ പോയി ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ വണ്ടിയൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ അധികം നടന്നാലും കുറച്ചും ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ബോട്ടിങ്ങിന് അങ്ങോട്ട് പോയില്ല. പിന്നെ ഷാപ്പിൻ്റെ ഇടം വരെ പോയി. ഷാപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന ആളെന്നൊന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും എന്തോരം വേണമെങ്കിലും കള്ളുപിടിക്കുക കേട്ടോ. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ഇപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും എല്ലാവരും ഇവിടെ കള്ಳು കുടിക്കുന്നുണ്ട്. തിരിച്ച് വന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഈ വീഡിയോയിലൊന്നും പെടുത്തില്ല. എല്ലാവരും തൂക്കിയൊക്കെയാണ് പെൺകുട്ടികളെയൊക്കെ കൊണ്ടുപോകണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തൂക്കിയൊക്കെ വേണം. പക്ഷേ നമുക്ക് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ കള്ളല്ലേ, ഒരു ഒത്തിരി മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിക്കും. അവർക്ക് അറിയാൻ പാടില്ലാണ്ടായിരിക്കാം ചിലപ്പോൾ കഴിക്കും. പക്ഷേ തലയിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് തലയിലോട്ട് കിക്കാവണ സമയം വരുമ്പോൾ അവർക്ക് പറ്റാനില്ല. കാരണം ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ 2-3 പിള്ളേരെ പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ച കാരണം കുട്ടികൾ കൊണ്ടുപോയിട്ട് ആവശ്യമായിട്ട് അത്രയും ഇതാണ് അവർക്ക്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ലഹരിനെ പറ്റി അറിയാൻ പാടില്ലായിട്ടാണ് അവർ കഴിക്കണത്. ഇപ്പോൾ ചിലപ്പോൾ 1-2 ഗ്ലാസ് കഴിക്കും, ചിലപ്പോൾ 10-15 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഫീൽ വന്നത്. നമ്മൾ ഇരിക്കുമ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. 2 പിള്ളേർ അവിടെ അങ്ങനെ വെള്ളടിച്ച് കുമ്പിട്ട് കിടക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും ഫാമിലി ആയിട്ട് വന്നവരെല്ലാവരും ആ ഷാപ്പിലോട്ട് പോയിട്ടുണ്ട്. നല്ല നല്ല കറികൾ സാധനങ്ങളൊക്കെ ഉണ്ട്. വേറൊരു ഷോപ്പും കൂടി അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. നല്ല കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അവിടെ കിട്ടണത്. അപ്പോൾ കപ്പ, അങ്ങനെ മീൻ ഫ്രൈ, അത് വറുത്ത്, കറി, പൊറോട്ട, എല്ലാ സാധനങ്ങളും അവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിക്കുക. ഇപ്പോൾ കള്ള് കുടിക്കാൻ താല്പര്യമുള്ളവർക്കും പിടിക്കുക. അതിനകത്തൊന്നും കുഴപ്പങ്ങളില്ല. അതിവിടെ ആർക്ക് വേണമെങ്കിലും കഴിക്കേണ്ട. എല്ലാവരും ലേഡീസായാലും ജെൻസായാലും ഒരുമിച്ച് ഫാമിലി അടക്കം വന്ന് കഴിച്ചാണ് അവിടെ നിന്ന് പോണേട്ടാ. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആ ഷാപ്പിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ നീങ്ങിയിട്ട് വേറൊരു ഷാപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടേക്ക് നമ്മൾ പോയില്ല.
അപ്പോൾ നമ്മൾ വഞ്ചിയിൽ കയറി നടക്കുന്ന വെച്ചാൽ അടിപൊളി പരിപാടിയാണ്. നമ്മൾ അവിടെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വഞ്ചി കയറിയൊക്കെ നടക്കാം. അപ്പോൾ ഈ ചേട്ടൻ്റെ വണ്ടി കയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാട്ടൊക്കെ ഉണ്ട്, നല്ല പുള്ളി ചെറിയ പാട്ടും സംവിധാനങ്ങളൊക്കെ വെച്ച് പറ്റും നമുക്കും പാട്ട് പാടിയൊക്കെ നടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പുള്ളി അറേഞ്ച് ചെയ്ത് തന്നെയുണ്ട് കേട്ടോ. നമ്മളെ കൂടെ ഒപ്പം നിന്ന് പാടിക്കോളും പുള്ളിക്കാരൻ. അപ്പോൾ ഇത് നമ്മുടെ ഗോപിച്ചേട്ടനാണ് തുഴഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുഴയാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ അത്ര എന്താ പറയുക, ഇവിടെ വെള്ളം കുറവാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു അരക്കൊപ്പം വെള്ളമൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്തോ കെട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ മീൻ ഇടുന്ന സമയത്ത് എന്തോ അവിടെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വണ്ടി ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, പിന്നെ അപ്പുറത്തെ സൈഡ് എനിക്ക് വന്ന് പുഴയുടെ സൈഡ് എന്നാണ്, ആഴം കൂടിയ സൈഡ് എന്നാണ്, അവിടെയാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പുള്ളി പറയണ്ടായിരുന്നു. അപ്പം നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഇയാൾ അതിങ്ങനെ വഞ്ചിയൊക്കെ തുഴഞ്ഞിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിലയൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആരും മൈൻഡ് ഉണ്ടായില്ല. പക്ഷെ നമ്മൾ കയറിയതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കൂടെ തന്നെ ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞൊരു ചേച്ചി വന്നിട്ടുണ്ടായി. അപ്പോൾ 4 പേരെന്ന് പറഞ്ഞപ്പോൾ അവരും മാറിയതാണ്. 4 പേര് വെച്ച് പോകുമ്പോൾ നമുക്ക് കാര്യം ചെറിയ വള്ളം വലുതാണ്, പക്ഷേ അത് 4 പേര് വെച്ച് പോകുമ്പോൾ അതൊരു എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ. അപ്പോൾ അതിന് പേരിൽ 2 പേര് വെച്ച് പോയാലെന്ന് പറഞ്ഞപ്പോൾ ആൾ 2 പേര് വെച്ച് പോകുന്നു. അതിനുശേഷം ദൈവം 2 പേരും അവരവിടെ കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ അടുപ്പിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കുറച്ചും കൂടി അങ്ങോട്ട് നീക്കിയിട്ടാണ് കൊണ്ടുപോയി അടുപ്പിച്ചേട്ടാ. അപ്പം അങ്ങനെയൊക്കെ ഒരു അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ ഫുഡ് കഴിക്കാൻ, ഇപ്പോൾ ചായ കുടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ റോഡ് സൈഡിൽ തന്നെ പാർക്കിംഗ് എല്ലാം ചെയ്യണേ. എന്നാലും നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇത്തിരി തിരറഷായിട്ട് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. ചില സമയത്ത് ഒരു വൈകുന്നേരം കുറച്ചും കൂടി വൈകി വന്നവരൊക്കെ 2 സൈഡിലായിട്ട് പാർക്ക് ചെയ്യണതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇത്തിരി ടൈറ്റൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇത്തിരി വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ തിക്ക് ഒഴിവായിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പോരാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരാപ്പുഴയ്ക്ക് പോകുമ്പോൾ നമ്മൾ ചിട്ടി ഭാഗം വഴിയാണ് ഞങ്ങൾ കയറിപ്പോയത്. നമുക്ക് തിരിച്ചു വന്നത് നമ്മുടെ ചാത്തനാട് വഴിയാണ് തിരിച്ചു വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെരുമ്പടന്ന് വന്ന് കയറും. അപ്പോൾ ആ 2 ഏഴിക്കര ആ റൂട്ടിൽ കൂടെ കയറി ഒരു പുതിയ പാലമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാലം ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ നമുക്ക് വണ്ടിയൊക്കെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വരാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അതിൽ വരുമ്പോഴും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഭയങ്കര തിരക്കല്ല, ഒരു കുഴപ്പമില്ലാത്ത റോഡുകളാണ് കേട്ടോ. അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുക, താഴെ വീഴാതൊക്കെ നോക്കണം. വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ മരങ്ങളൊക്കെയാണ്, വലിയ മരങ്ങളുണ്ട്. നല്ല പുളിമരം, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ അവർ വെച്ചിട്ട് നല്ല പുളിയൊക്കെ നല്ല അത്യാവശ്യം നല്ലപോലെ കാഴ്ചയൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ചെറിയ പുളിമരം ഉണ്ടെങ്കിൽ നല്ലപോലെ കാഴ്ചയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഇതിനകത്തൊക്കെ കയറി എന്താ പറയുക, വഞ്ചിയിലൊക്കെ ഒന്ന് കയറണം. നമ്മൾ വഞ്ചിയുടെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ പോകുന്നത്. എങ്കിലും ഒരു രസം ആണ്, പക്ഷേ അപകടമില്ലാത്ത ലെവലിൽ നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ടുള്ളത്. പക്ഷേ ഒരു വട്ടമെങ്കിലും നമുക്ക് വന്ന് പോകാം. നമ്മുടെ അടുത്ത നാടാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അധികം കിലോമീറ്റർ ഉണ്ടല്ലോ, 15 കിലോമീറ്റർ താഴെ എന്തോ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച്, അപ്പോൾ അവിടെ തന്നെ ഒരു എന്തോ പരിപാടി ഉണ്ടായിരുന്നു. എന്താ പറയുക, തിരിച്ചു പോകുന്ന വഴിക്ക് അതായത് അവർ ആ ബോട്ടിന് കയറി പോകുന്നതാണ് കാണേട്ടാ. അതിനുശേഷം ഞങ്ങൾ വേറൊരു മരത്തുമ്മയും കയറി ഇരുന്ന് കുറച്ച് നേരം. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് പോരാനായിട്ട് എങ്ങനെ അന്തരീക്ഷം നല്ലതാണ്. ഇപ്പോൾ നമുക്ക് തിരക്കുണ്ടെങ്കിൽ പോലും ആരും ഒരു ശല്യത്തിനും ഇല്ല. അതേപോലെ നമുക്ക് എന്തോരം നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യുമ്പോൾ നല്ല കാറ്റുണ്ട്. അതേപോലെ തന്നെ ചായ കുടിക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാപ്പ് കാണാനായിട്ടാണ് നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് 40 രൂപയാണ് പുള്ളി വാങ്ങിച്ചത്. പുള്ളിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് വെയിറ്റ് ചെയ്യുമെന്ന് വെച്ചപ്പോൾ നമുക്ക് ട്രാപ്പിൽ കയറേണ്ട ആവശ്യമുണ്ടായില്ല, ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അവിടെ എന്തോ നമ്മുടെ ശബരിമല പ്രശ്നം കാരണം എന്തോ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ധാരണ ഏതാണ്ട് എന്തോ ഒരു ഇതുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഷാപ്പിലോട്ട് പോകണ വഴിയുണ്ട്. ഷാപ്പിലോട്ട് പോകുന്ന വഴി എന്ന് വെച്ചാൽ നമുക്ക് നടന്ന് തന്നെ പോകണം. എന്താ പറയുക, ഒരു ചെറിയൊരു ഗ്യാപ്പുള്ളൂ. ഇപ്പോൾ മണ്ണൊക്കെ മാറ്റി ഇട്ടിട്ടുണ്ടവർ നല്ലോണം വീതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കടമക്കുടി ആ ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷാപ്പ് ഇട്ടാൽ ഇതിനകത്ത് വേറൊരു ഷാപ്പ് ഉണ്ടെന്ന് എന്നോട് വേറെ ആൾ പറഞ്ഞു. അത് എവിടെയെന്ന് അറിയില്ല. ഇവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും കഴിക്കാനും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കള്ളൊക്കെ ഉണ്ട് അവിടെ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നല്ലത് ഒരു ചീനവരെയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംവിധാനമൊക്കെയാണ് ഇവിടെ വന്നേക്കിട്ടാ. ഇതിന് തൊട്ട് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഞാൻ ആ പറഞ്ഞ ബോട്ടുള്ളത് കേട്ടോ. അവിടെ നിന്ന് ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് ഓടിക്കൊണ്ടിരിക്കേണ്ട ആൾക്കാർ അപ്പുറം വേറെ വണ്ടിക്ക് എന്തോ പോകണമെന്നോ, വണ്ടി അറേഞ്ച് ചെയ്ത് പോകണം, അങ്ങനെയാണ് ഒന്നവിടെ പറഞ്ഞു കേട്ടോ. അവിടെ നമുക്ക് പോയില്ല. അവിടെ പോകാനായിട്ട് തിരിച്ച് ഇരുട്ടായിപ്പോയി. അപ്പോൾ ഇതേപോലത്തെ വഴിക്കാണ് നമ്മൾ ആ പോകണത് കേട്ടോ. ഇതേപോലെ അവർ ഇതിനോട് വീതി കൂട്ടാനായിട്ട് മണ്ണ് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ഭൂവസ്ത്രമൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് മണ്ണിനെ കടന്ന് ഇടിഞ്ഞു പോകാതിരിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളുള്ളൂ കേട്ടോ. അപ്പോൾ കടമക്കുടിയിലെ വിശേഷങ്ങൾ. ഇനി വെള്ളമുള്ള സമയത്ത് ചിലപ്പോൾ ഇനി ഇതിനോട് ഏറ്റവും കയറുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലും ഭംഗിയുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെയാണ് കടമക്കുടിയിലുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.